ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കാൻ ബിജെപി നേതൃത്വത്തിൽ ചർച്ചകൾ സജീവമായി. നിതീഷ് കുമാർ, JP നദ്ദ, V മുരളീധരൻ തുടങ്ങിയ പേരുകൾ പട്ടികയിലുള്ളതായി സൂചനയുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും ജഗ്ദീപ് ധങ്കർ രാജിവെച്ച പശ്ചാത്തലത്തിൽ അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ നടപടികൾ ആരംഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കും. അടുത്ത ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുന്നതിനായി BJP നേതൃതലത്തിൽ ചർച്ചകൾ ആരംഭിച്ചു. ശനിയാഴ്ച ചേരുന്ന NDA യോഗത്തിൽ ഉപരാഷ്ട്രപതിയുടെ പേര് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും എന്നാണ് വിവരം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേര് സജീവ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. 2020 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇനി മത്സരത്തിനില്ലെന്ന് നിതീഷ് പ്രഖ്യാപിച്ചിരുന്നു. നിതീഷ് മാറി നിൽക്കുന്നതോടെ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് ലഭിക്കും. നിതീഷിന് താൽപ്പര്യമില്ലെങ്കിൽ JDUവിന്റെ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന്റെ മകനുമായ രാംനാഥ് താക്കൂറിന്റെ പേര് പരിഗണിച്ചേക്കും. ഉടൻ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ഗുണം ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, BJP അധ്യക്ഷ സ്ഥാനമൊഴിയുന്ന JP നദ്ദ എന്നിവരുടെ പേരുകളും പട്ടികയിൽ ഉണ്ടെന്നാണ് സൂചന. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുക. ഇരുസഭകളിലുമായി 422 അംഗങ്ങളുള്ള NDAയുടെ സ്ഥാനാർത്ഥിക്ക് അനായാസം ജയിക്കാനാകും. 24 ഡൽഹി.